ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ബോധത്തിൽ ശരണം പ്രാപിക്കുക. ബുദ്ധനിൽ ശരണം പ്രാപിക്കുക എന്നുള്ളതിനുപരി സ്വയം ബുദ്ധനായി മാറുക, ബോധോദയം നേടുവാനുള്ള പ്രയത്നത്തിൽ ശരണം പ്രാപിക്കുക, ബോധത്തിൽ ശരണം പ്രാപിക്കുക. സംഘം ശരണം ഗച്ഛാമി, അതേപോലെ ബോധം വികസിപ്പിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പിൽ ശരണം പ്രാപിക്കുക. എങ്ങനെയാണോ നമ്മൾ മുളകിനെ ഉപ്പിലും വിനാഗിരിയിലിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്കും ആ മുളകിൻ്റെ എരിവൊക്കെ കുറയുന്നത്, ഇതുപോലെ നമ്മളുടെ പലതും കുറയും. ഈ സാളിഗ്രാമം പോലെയാണ്. സാളിഗ്രാം എന്ന് കേട്ടിട്ടില്ലേ? ഈ ഉരുണ്ട കല്ലുകൾ കറുത്തത്. ഇങ്ങനൊരു കല്ലേ ഇല്ല. എല്ലാ കല്ലും മൂർത്ത മുനകളുള്ള കല്ലുകളാണ്. ഈ കല്ല് പുഴയിൽ പെട്ട് ഉരുണ്ട് മറ്റ് കല്ലുകളുടെ കൂടെ ചേർന്ന് ഉരുണ്ട് കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൂർത്ത മുനകളൊക്കെ തേഞ്ഞു പോയി അത് സോഫ്റ്റ് ആവുന്നതാണ്. അതുപോലെ നമ്മൾ ആ പ്രവാഹത്തിൽ അങ്ങോട്ട് പെട്ടുപോയാൽ ആ പ്രവാഹത്തിലൂടെ നമ്മളും സഞ്ചരിച്ച് നമ്മൾ സോഫ്റ്റായി മാറും. അല്ലെങ്കിൽ നമ്മളും മാർദ്ദവമേറിയ ഭംഗിയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് മാറും, പെബിൾസ് ആയിട്ട് മാറും. ഒരു കരിങ്കല്ലും ഒരു പെബിളും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? ഐ ആം ദ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്, ഐ ആം ദ സോഴ്സ് ഓഫ് പീസ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, ആന്തരിക പ്രകാശത്തെ കണ്ടെത്തുക എന്ന് പറയാം. എൻ്റെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ, ആന്തരിക പ്രകാശത്തെ കണ്ടെത്തലാണ് ബോധോദയം. എന്താ ഈ ആന്തരിക പ്രകാശം? എന്താ നമ്മളെപ്പോഴും അതിനെ പ്രകാശത്തോട് ഉപമിക്കുന്നത്? ബോധോദയത്തെ പ്രകാശത്തോട് ഒരാൾക്ക് ബോധോദയം വരുന്നു, ഇത് സിനിമാറ്റോഗ്രാഫി ചെയ്യണം, VFX പഠിക്കുന്നുണ്ടല്ലോ, ഒരാൾക്ക് ബോധോദയം വരുന്നു, ബോധോദയം ഉണ്ടാകുന്നത് കാണിക്കണം, VFX ചേർക്കണം. എന്താ ഇതിൽ കാണിക്കുക? ഈ തലേന്ന് ഇങ്ങനെ കുറേ വെളിച്ചൊക്കെ ഇങ്ങോട്ട് പോകുന്നത് കാണിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചിത്രീകരണം നമുക്ക് കാണിക്കണമെങ്കിൽ ഒരു മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ അവിടെയൊക്കെ വെളിച്ചമാണ് ഉപയോഗിക്കുക. ഈ വെളിച്ചത്തിന് ബോധമായിട്ട് എന്താ ബന്ധം? അത്രയേ ഉള്ളൂ. ഒരു റൂമിൽ ഒരു ലോഡ് സ്വർണം കൂട്ടിയിട്ടിട്ടുണ്ട്, സ്വർണ്ണ നാണയം. എന്നിട്ട് ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കൂരി ഇരുട്ടാണ്. നിഖിലിനെ അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടു. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ ഉള്ളത് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. നിഖിലൊന്നും കണ്ടില്ല, തിരിച്ചു വന്നു. പിന്നെ അതിനെ മുഴുവൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് വീണ്ടും കടത്തി വിട്ടു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എന്താ അവിടെ ഉള്ളത് ചോദിച്ചു. അവിടെ മുഴുവൻ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം സ്വർണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്വർണ്ണം ഉണ്ടെന്ന് മനസ്സിലാവും കൂടെ ചെയ്തു. ഇതാണ് വെളിച്ചത്തിൻ്റെ പ്രസക്തി. വെളിച്ചം ഒന്നിനെയും ഉണ്ടാക്കുന്നില്ല, വെളിച്ചം അവിടെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇതിനെയാണ് അറിവിനെ വെളിച്ചെന്ന്, അറിവ് പ്രകാശമാണെന്ന് പറയാൻ കാരണം അതാ. അറിവ് നമ്മൾക്ക് ഒന്നും ഉണ്ടാക്കി തരുന്നില്ല, പക്ഷെ അറിവ് നമ്മൾ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ നമ്മൾ ചൂസ് ചെയ്യാവുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് റിജക്റ്റ് ആവും. സമൂഹത്തിൽ പലരുടെയും കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളായി നിന്ന് കഴിഞ്ഞാലേ നമ്മൾ സമൂഹത്തിൽ ചേരുന്നു പോകുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു ചൂസി ആയിട്ട് മാറുമ്പോൾ നിങ്ങൾ ആ ഒരു കൊച്ചു സമൂഹത്തിൽ നിന്ന് ഔട്ടാവും. പക്ഷെ പിന്നെ നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ സെൻറ്റർ പോയിൻ്റായി മാറും. സമൂഹത്തിൻ്റെ സെൻറ്റർ പോയിൻ്റുകളായിട്ടുള്ള വലിയ വലിയ ആളുകളൊക്കെ നോക്കിക്കോളൂ. അവർ ജനിച്ചു വളർന്ന സമൂഹത്തെ എതിർത്തവരോ അവിടുന്ന് മാറിപ്പോയവരോ ആയിരിക്കും. പിന്നീട് അവർ ഒരു സമൂഹത്തിൻ്റെ സെൻറ്റർ പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണ്. നമ്മൾ ഒരു സമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കലുണ്ട്, മറ്റൊന്ന് നമ്മൾ ഒരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്തെടുക്കലുണ്ട്. രണ്ടും ഇല്ലേ? സമൂഹം എന്നൊന്നും പറയണ്ട, ഒരു 10-20 പേര് നമ്മൾക്ക് പറ്റിയ ആളുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്, എനിക്ക് നല്ല മനുഷ്യരായിട്ടൊന്നും കണക്റ്റ് ആവാനേ പറ്റുന്നില്ല. നമ്മൾ ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവർ ഈ നല്ല മനുഷ്യർ ചൂസ് ചെയ്യായിരിക്കുമേ, അവർക്ക് നമ്മളെ വേണ്ടിവരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നിങ്ങളായിട്ട് കമ്പനി ആവാൻ താല്പര്യമില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ പോയിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് എന്താ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് തോള് തട്ടി സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അവിടെയാണ് ഈ വർക്കുള്ളത്. ഒന്ന്, നമ്മളെ ആളുകളെ ചൂസ് ചെയ്യലല്ല മെയിൻ. നമ്മൾ വലിയ ആളുകളെ ചൂസ് ചെയ്യാൻ നടക്കുമ്പോൾ നമ്മളെ അവർക്കും കൂടെ വേണമെന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ നമ്മളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് വലിയൊരു പോയിൻ്റാണ്. നമ്മളിൽ മാറ്റം കൊണ്ടുവരുന്നില്ലെങ്കിൽ നമ്മൾ നല്ലവരായിട്ട് കണക്റ്റ് ആവാൻ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് നടക്കും. പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ നല്ല പ്രയത്നം നമ്മൾ ചെയ്യേണ്ടി വരും.